അദ്ദേഹത്തിന്റെ പോസ്റ്റിലുള്ളത് ഒരു വലിയ വിമാന അപകടം നടക്കും എന്നാണ്. വെറുതെ ഒരാൾ പറയോ? INS വിക്രാന്തിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ഒരു കാര്യവുമില്ലാതെ കോഴിക്കോടുള്ള ഒരു എലത്തൂർ സ്വദേശിയായിട്ടുള്ള ഒരു മുജീബ് റഹ്മാൻ വിളിച്ച് ചോദിക്കുമോ? കൊച്ചിയിലെ നാവിക കേന്ദ്രത്തിലേക്ക് വിളിച്ച് ചോദിക്കുമോ? ഒരു കാര്യവുമില്ലാതെ. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ശക്തമായിട്ടുള്ള കരങ്ങളുണ്ട്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തില് മറ്റേ സിപ്പ് റൈഡർ ഉണ്ടായിരുന്നല്ലോ, സിപ്പ് ഓപ്പറേറ്റർ. ഒരാളെ കൊല്ലുമ്പോൾ ഒരു വെടി കേൾക്കുമ്പോൾ ഒരു അല്ലാഹു അക്ബർ, അടുത്ത അല്ലാഹു അക്ബർ കേൾക്കുമ്പോൾ രണ്ട് പടക്കം പൊട്ടിയാൽ പോലും നമ്മൾ തിരിഞ്ഞ് പരിസരം വീക്ഷിക്കുകയും ഭയത്തോടുകൂടി നോക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നോക്കി നിൽക്കെ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ പിടഞ്ഞു വീണു മരിക്കുന്നു വെടിയേറ്റ്. എന്നിട്ടൊന്നും സംഭവിക്കാത്തതുപോലെ തന്നെ കുതിരക്കാരനും അവിടെയുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നു. ഇതൊക്കെ പിന്നീട് പുറത്തു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ ശക്തമായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെയാണ് മറ്റൊരാൾ, ഇപ്പോൾ ഒരു മലയാളിയായിട്ടുള്ള ഒരു കാക്ക ആണ് പ്രവചിച്ചത് ഒരു വിമാന അപകടം നടക്കുമെന്ന്. മറ്റൊരാളും ഈ വിമാന അപകടം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വാർത്ത. നോക്കാം. വിമാന അപകടത്തിന്റെ വ്യത്യസ്തമായ വാർത്തകൾ, വ്യത്യസ്തമായ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണിക്കൂറിലും പുതിയ കാര്യങ്ങളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. അതിൽ യാത്ര ചെയ്ത ആൾക്കാരുടെ കുടുംബകാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. വേദനിപ്പിക്കുന്ന വാർത്തകൾ. ഇക്കൂട്ടത്തിൽ അമ്പരപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു വിവരം പുറത്തു വരികയാണ്. ആസ്ട്രോ ശർമിഷ്ഠയുടെ പ്രവചനം സത്യമായി എന്നാണ് ആ വിവരം. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്ന് വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരാഴ്ച മുമ്പ് ഒരു ഇന്ത്യൻ ജ്യോതിഷി ഒരു വിനാശകരമായ വിമാനാപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി പാശ്ചാത്യ മാധ്യമങ്ങളിലാണ് റിപ്പോർട്ട് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ ആസ്ട്രോ ശർമിഷ്ഠ എന്ന പേരിലാണ് ഈ ജ്യോതിഷി അറിയപ്പെടുന്നത്. ഇവർ കഴിഞ്ഞ വർഷമാണത്രേ ഇത്തരത്തിലൊരു വിവരം ട്വീറ്റ് ചെയ്തത്. 2025 വിമാനാപകട വാർത്തകൾ നമ്മെ ഞെട്ടിച്ചേക്കാം. സ്വാഭാവികമായിട്ടും വെറുതെ ആണെങ്കിലും പറയാമല്ലോ, എനിക്കതിലൊന്നും വിശ്വാസമില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കും എന്നായിരുന്നു അത്രേ ഇവരുടെ പ്രവചനം. കഴിഞ്ഞ ആഴ്ച ഇവർ വീണ്ടും സമൂഹ മാധ്യമമായ എക്സിൽ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്രേ. 2025 ഒരു വലിയ വിമാനാപകടം ഉണ്ടാകും എന്നാണ് അവർ ആവർത്തിച്ചത്. തന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവചനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്ന് കേവലം ഒരാഴ്ചയ്ക്ക് മുൻപ് അവർ അവകാശപ്പെട്ടു. മൃഗശിര ആർദ്ര നക്ഷത്രങ്ങളിൽ വ്യാഴത്തിന്റെ ജ്യോതിഷ സ്ഥാനം വ്യോമയാനത്തിൽ പുരോഗതി കൊണ്ടുവരുമെന്നും അസ്ഥിരതയും സുരക്ഷയും അപകടത്തിലാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വ്യോമയാന മേഖലയിൽ ഇതിനകം തന്നെ അല്പം പുരോഗതി ആരംഭിച്ചു. വ്യാഴം പ്രതിമാസം ഏകദേശം 6.5 ഡിഗ്രി വേഗതയിൽ മൃഗശിര ആർദ്രയുടെ മിഥുനത്തിലായിരിക്കുമ്പോൾ വ്യോമയാനം എനിക്കിതിലൊന്നും തീരെ വിശ്വാസമില്ലാത്ത ആളാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരത്തേയുള്ളൂ. അവരുടെ കാര്യങ്ങൾ പോലും അവർക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരു ആക്രമണം നടക്കും എന്ന് നേരത്തെ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വേണ്ടപ്പെട്ടവരെ അങ്ങ് അറിയിച്ചാൽ പോരായിരുന്നു. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകും. ശരി, എന്തോ ആവട്ടെ, അവരുടെ പാടായി. അപ്പോ വിചിത്രമായിട്ടുള്ള ചില പൊരുത്തക്കേടുകൾ ഈ വിമാന അപകടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെയാണ് വിമാന അപകടത്തെ സംബന്ധിച്ച്, ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണമാണ് നമ്മൾ വ്യത്യസ്തമായ വാർത്തകൾ ഈ വിഷയത്തെ കുറിച്ചിട്ട് തന്നെ അറിയുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ, ജൂലിയൻ ബ്രേ എന്ന വ്യോമയാന വിദഗ്ധൻ ഈ അപകടത്തിന് കാരണമായിട്ടുള്ള ഒരുപാട് സാധ്യതകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ പ്രശ്നമാണോ, അതോ ഇനിയിപ്പോൾ പൈലറ്റിന്റെ പ്രശ്നമാണോ, ഇതിനകത്തുള്ള ആരെയെങ്കിലും ഇവർ വിലക്കെടുത്തിട്ട് അങ്ങനെ സംഭവിച്ച പ്രശ്നങ്ങളാണോ എന്നതുൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ മറ്റൊരാൾ വ്യത്യസ്തമായ ഒരു അഭിപ്രായം, അട്ടിമറിയെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന എഞ്ചിൻ ഫെയിലിയർ ഉണ്ടാകും. അത് ചിലപ്പോൾ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ സ്വാഭാവികമായും പെട്ടെന്ന് അത് അടുത്ത എഞ്ചിനെ കൂടി ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. എപ്പോൾ എഞ്ചിൻ ഫെയർ ഉണ്ടായാൽ ആ എഞ്ചിനകത്ത് തന്നെ തീ പിടിച്ച് അത് മുഴുവൻ കത്തിച്ച് നശിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഈ കേസിൽ അങ്ങനെയല്ല ഉണ്ടായത്. നമുക്ക് കാണാം, അത് ഇടിച്ചാണ് കത്തിയത്. കത്തിയിട്ടല്ല താഴേക്ക് വന്ന് പതിക്കുന്നത്. ഈ എയർക്രാഫ്റ്റ് പറന്നുയരുന്നു. ഏതാണ്ട് 625 അടിയാണ്. അതായത് കത്തിയതിന് ശേഷമാണ് തീഗോളമായിട്ട് താഴേക്ക് പതിച്ചത് എന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ അത് വ്യക്തമാണ് അല്ലേ? അതായത് താഴെ ഇടിച്ചതിന് ശേഷമാണ് ഇത് കത്തിയത്. അതെ, തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. എയർക്രാഫ്റ്റിന് ആദ്യഘട്ടത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നതാണ്. അല്ലാതെ എഞ്ചിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തീ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് എയർക്രാഫ്റ്റ് തീ പിടിച്ചിട്ടില്ല, മറിച്ച് അത് താഴേക്ക് വന്ന് ഈ BJ മെഡിക്കൽ കോളേജിന്റെ UG ഹോസ്റ്റലിൽ വന്ന് ഇടിച്ച ശേഷമാണ് അത് തീ പിടിക്കുന്നത്. സ്വാഭാവികമായും ഈ ഇതിന്റെ ATF ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ എന്നുള്ളത് മറ്റ് കെറോസിനോ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ പോലുള്ള വളരെ സ്ഫോടന ശേഷിയുള്ളതാണ്. ഉഗ്രശബ്ദത്തോടുകൂടി അത് പൊട്ടിത്തെറിക്കും. എയർക്രാഫ്റ്റിന്റെ 2 വിങ്സിലായിട്ടാണ് ഇതിന്റെ ഫ്യൂവൽ ശേഖരം ഉണ്ടാകുന്നത്. 1 ലക്ഷത്തിലധികം ലിറ്റർ ഫ്യൂവൽ ATF ഉണ്ടായിരിക്കും.
ആയിരിക്കണം അതിലേക്ക് സാധാരണഗതിയിൽ ഈ പ്രൊസീജിയർ അനുസരിച്ച് രാത്രി നമുക്ക് എവിടെ നിന്നും എവിടേക്കാണോ പോകേണ്ടത്, ഇപ്പോൾ ഉദാഹരണം ഇവിടെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്, അത് പകൽ സമയത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ ഇന്ധനത്തിന് പുറമെ അരമണിക്കൂർ കൂടി അഡീഷണൽ പറക്കാനുള്ള ഇന്ധനം അതിൽ കരുതണം എന്നുള്ളതാണ് പ്രൊസീജിയർ. അതുകൂടാതെ നമ്മൾ രാത്രി സമയങ്ങളാണ് ഈ യാത്ര അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷന് ആവശ്യമായ ഇന്ധനത്തിന് പുറമെ 1 മണിക്കൂർ കൂടി ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പറക്കാൻ വേണ്ടിയുള്ള ഇന്ധനം കൂടി കരുതും. അങ്ങനെ ആ നമ്മുടെ ഡെസ്റ്റിനേഷൻ കൂടി തീരുമാനിച്ച് എത്ര ഇന്ധനമാണോ വേണ്ടത് അതിന്റെ അരമണിക്കൂർ കൂടി അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടി അഡീഷണൽ ഫ്ലൈ ചെയ്യാനുള്ള ഇന്ധനം കൂടി കരുതിയാണ്, അല്ലെങ്കിൽ അത്രയും കൂടി ATF കരുതിയാണ്. ഇത്രയും വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു 2018 ഒരു വെള്ളപ്പൊക്കം സംഭവിക്കും. അതെ റെനി, ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഒരു വിമാന അപകടം ഉണ്ടാകും, ഇത്രയും ആളുകൾ മരിക്കും, അതിസാഹസികമായിട്ട് ഒരാൾ മാത്രം രക്ഷപ്പെടും എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും അത് തടയാൻ സാധിക്കാതെ പോയത്? തടയാൻ സാധിക്കല്ലേ? ഇനി ഫ്ലൈറ്റിനകത്തുള്ള സ്റ്റാഫുകളെ സ്വാധീനിച്ച് ഒരു ദുരന്തം പ്ലാൻ ചെയ്തോ എന്നതും ചിലർക്ക് സംശയങ്ങളുണ്ട്. കാലത്ത് ഒരു വിമാനത്തിന്റെ സാഡിൻ ടാങ്കിനകത്ത് ഒരു നട്ട് പോയിട്ട് അത് അവൻ ആരോടും മിണ്ടിയില്ല, അവനെ എല്ലാവരും വഴക്ക് പറയുന്നു വെച്ചിട്ട്. കാരണം ഇതിന് 3 ദിവസത്തെ പണിയായി ഇതിനെ എടുത്തിട്ട് കംപ്ലീറ്റ് ഊരി എടുത്തിട്ട് നട്ട് വെളിയെടുക്കാനായിട്ട്. ഒരു തമിഴനായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അവൻ അന്ന് രാത്രി ഉറക്കം വന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വന്നു പുള്ളി പറഞ്ഞു, എന്റെ ഇതിനൊരു അബദ്ധം പോയിട്ടുണ്ട്, ഇതിനകത്തേക്ക് ഇത് പോയിട്ടുണ്ട്, ഫ്യൂൾ ടാങ്കിലാണ് പോയിരിക്കുന്നത്. അപ്പൊ ഈ സാധനത്തിന് അത് എടുത്തില്ല എന്നുള്ള ഭയങ്കര അപകടം. കാരണം ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി മെറ്റലിക്കാണ് റബ്ബ് ചെയ്തിട്ട് ഇവൻ തീ പിടിക്കാനുള്ള സാധ്യത വരെയുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയുള്ള മെയിൻ്റനൻസിൽ ചില പാർട്ടികൾ ചിലപ്പോൾ ഈ ടെക്നിക്കൽ സ്റ്റാഫ് ചിലപ്പോൾ മറ്റുള്ളവർ വഴക്ക് പറയുന്നത് വെച്ചും ഉണ്ടായിരുന്നിട്ട് ഈ സാധനം വിമാനത്തിനുള്ളിൽ അവിടെ ഇവിടെയൊക്കെ പോസിബിൾ ആയിട്ടുള്ള സ്ഥലത്തെല്ലാം കയറി ഓടി നടക്കും. അങ്ങനെ ഏതെങ്കിലും കൺട്രോൾ ലെവൽ കയറി ജാം ആയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഇൻവെസ്റ്റിഗേഷനിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനും സാധിക്കില്ല. കാരണം ഒരു കൺട്രോൾ ലോക്കായി പോയെങ്കിൽ അതിന്റെ റീസൺ എന്താ? ഇലക്ട്രിക്കൽ ഫെയിലിയർ ആകാം, ഹൈഡ്രോളിക് ഫെയിലിയർ ആകാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ ഫെയിലിയർ ആകാം. അതും സംഭവിക്കും. അപ്പൊ എഞ്ചിനീയറുകൊണ്ട് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ തീർച്ചയായിട്ടും ഈ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ആളുകൾ ഇതിനകത്ത് സബോട്ടേജിന്റെ പോസിബിലിറ്റീസും തീർച്ചയായിട്ടും അവർ നോക്കും. കാരണം സബോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കയറി അതിനകത്ത് ബോംബ് വയ്ക്കണമെന്ന് നിർബന്ധമില്ല. ഇതിന്റെ മെയിൻ്റനൻസ് സ്റ്റാഫിലുള്ള ആരെങ്കിലും പോലും സ്വാധീനിച്ചിട്ട് ഇതിന്റെ മെയിൻ്റനൻസിന്റെ സമയത്ത് ഇതുപോലെയുള്ള ചെറിയ എഫോർഡുകൾ കാര്യമായിട്ടുള്ള കാതലായിട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും കയറ്റി വിട്ടാൽ തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും അത് മീഡിയ ആയാലും ഓഫീസായാലും ക്ലറിക്കൽ ആയാലും അവിടെ എല്ലാം ഒരു സ്കോപ്പ് ഓഫ് എറർ ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഒരു ക്ലറിക്കൽ വർക്കിലാണെന്നുണ്ടെങ്കിൽ ഡിഫൻസിൽ പോലും 10% ക്ലറിക്കൽ എറർ അനുവദനീയമാണ്. പക്ഷെ ഏവിയേഷനിലേക്ക് വരുമ്പോൾ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിലോ അല്ലെങ്കിൽ അതിന്റെ ഇതിൽ വരുന്ന സമയത്ത് 0% ആണ് എറർ ടോളറൻസ്. അതായത് ഒരു 0.0001% പോലും എറർ അവിടെ യാതൊരു സാധ്യതയില്ല. അപ്പം അനിൽ നമ്പ്യാർ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് പ്രോബ്ലംസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ക്രൂസ് അത് ഒബ്സർവ് ചെയ്ത് കാണും, അതിന്റെ പൈലറ്റ്സ് അത് ഒബ്സർവ് ചെയ്ത് കാണും. അങ്ങനെയുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഈ എയർക്രാഫ്റ്റിനെ ഗ്രൗണ്ടിൽ ഫ്ലൈറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമുള്ളതായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് ഇത് കറക്റ്റ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് വിടാൻ പാടില്ലായിരുന്നു. കാരണം 35,000 ശക്തമായ രൂപത്തിൽ ഇത് നിരീക്ഷിച്ചിട്ടില്ലേ? അതോ ഇങ്ങനെ ഒരു അട്ടിമറി നടത്തി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിനകത്ത് നിന്ന് തന്നെയുള്ള സ്റ്റാഫുകളെ അടക്കം ചില ആളുകൾ വിലക്കെടുത്തിട്ടുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നു. കാരണം യാതൊരു കേടുപാടുകളുമില്ലാത്ത ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ഫ്ലൈറ്റിൽ ഈ രൂപത്തിൽ ഒരു അപകടം ഉണ്ടാകാനും ഒരേ ഒരാൾ മാത്രം രക്ഷപ്പെടാനും കാരണം ഇതിന്റെ പിന്നിൽ അട്ടിമറി തന്നെയല്ലേ? തന്നെയുമല്ല, ഒരു ഇലക്ട്രോണിക്